അങ്ങനെ പറ, അങ്ങനെ പറ, അങ്ങനെ പറ, അങ്ങനെ പറ, അങ്ങനെ പറ. നമുക്കൊരു ഒന്നൊന്നര ചോദ്യം ഉണ്ടെന്ന് പറ. അയ്യേ അത് വേണ്ട, അതല്ല പേടിപ്പിക്കാതെ കാര്യം പറയണോ. നിങ്ങൾ ഞങ്ങളെ ചാനൽ ചാവേറുകളെന്ന് വിളിച്ചപ്പോ ഞങ്ങൾ നിശബ്ദത പാലിച്ചത് ഞങ്ങൾക്ക് സംസാരിക്കാൻ അറിയാഞ്ഞിട്ടല്ല. ഇങ്ങനെ സംസ്കാരമില്ലാതെ പെരുമാറാൻ കുട്ടിയാരെ പഠിപ്പിച്ചത്? തനിക്കിത് എന്തിന്റെ കേടാ? എനിക്കൊരു കേടുമില്ല. കുട്ടിക്ക് എന്തെങ്കിലും കേട് പറ്റിയോ? ചാനൽ ചാവേറുകളെന്ന് വിളിച്ചപ്പോ ഞങ്ങൾ മിണ്ടാതിരുന്നത് തിരിച്ചങ്ങ് പറയാൻ അറിയാഞ്ഞിട്ടല്ല. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഹസൻ കുട്ടിയല്ലേ, ക്ഷമിച്ചുകളാ, താങ്കൾ പറഞ്ഞോളൂ. അല്ല, നിങ്ങൾ അങ്ങനെയൊന്നും ചർച്ചയിലേക്ക് കൈകാര്യം ചെയ്യല്ലേ. ഉത്തരവാദിത്തപ്പെട്ട കേരളത്തിലെ ഒരു സംഘടനയുടെ ഭാരവാഹി ഇവിടെ വന്നിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ എന്നെ ഇതോട് കുത്തിയങ്ങ് കൊല്ലും. അങ്ങനെ പറ, 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 അങ്ങനെ പറ. ലോകത്ത് പല കള്ളൂടിയന്മാരെയും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ ഒരുത്തിന് ആദ്യമായിട്ടാ കാണുന്നത്. കുട്ടിയല്ലേ എന്നല്ല, അങ്ങനെയല്ല കൈകാര്യം ചെയ്യണം. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കറസ്പോണ്ടൻസ് കോഴ്സ് കുക്കിംഗ് ഒന്നാം കൂടെ പാസ്സായവളാണ് ഞാൻ. എന്തിനാണോ ഇവരൊക്കെ അകത്തോട്ട് പറഞ്ഞു വിടുന്നത്? അവിടുന്ന് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിട്ടുകൂടെ? ഞങ്ങളുടെ സംഘടനയെ എന്ത് വിളിച്ചു കഴിഞ്ഞാലും അത് നിശബ്ദമായി കേട്ടിരിക്കേണ്ടവരല്ലേ ഞങ്ങൾ. ഒരു 8 മുഴം കയറ് കിട്ടൂ, എനിക്കൊന്ന് തൂഹിച്ചാവാൻ. ഇത്രയും കാലം എങ്കിൽ ഞങ്ങൾ പോകാതെ അവസ്ഥ ഇരിക്കണോ? സുനാമി മുഖമൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇവിടെ ഇയാളെ കൊണ്ട് പറയുന്നു അങ്ങോട്ട് കേട്ടാ മതി, ഇങ്ങോട്ടൊന്നും പറയണ്ട. ഇയാളെന്ന് റേഡിയോ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല, പറയുന്നല്ല ഇങ്ങോട്ട് കേട്ടോളാം. നിങ്ങളത് ഭീഷണിപ്പെടുത്തുകയാ. എന്നാ പോ.